2023 ഇടുക്കി ജില്ലയുടെ വികസന കുതിപ്പിന് ചിറകു വിരിച്ച വർഷമായിരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയെന്ന ബഹുമതി ഇടുക്കിക്ക് തിരികെ ലഭിച്ച വർഷം. ജില്ലാ ആസ്ഥാനത്ത് അനുവദിച്ച എയർ സ്ട്രിപ്പിന് നടപടികളും ആരംഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിന് കൂടുതൽ തസ്തികകൾ, മെഡിക്കൽ സീറ്റുകൾ, ചെറുതോണിയിൽ പുതിയ പാലം തുടങ്ങി ഒട്ടനവധി വികസന നേട്ടങ്ങൾ ഇടുക്കിക്ക് നേടാനായി. ഒപ്പം അതീവ സുരക്ഷാ മേഖലയായ ചെറുതോണി ഡാമിൽ അതിക്രമിച്ചു കടന്ന മോശം സംഭവങ്ങൾക്കും ഇടുക്കി സാക്ഷിയായി. രണ്ടായിരത്തി 2023 വിട പറയുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല എന്ന പദവി ഇടുക്കി ജില്ല തിരിച്ചുപിടിച്ചിരിക്കുന്നു. എറണാകുളം ജില്ലയുടെ ഭാഗമായ കുട്ടമ്പുഴയുടെ ഏതാനും പ്രദേശങ്ങൾ ഇടുക്കി ജില്ലയോടുകൂടി കൂട്ടിച്ചേർത്തതോടെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയെന്ന ബഹുമതി ഇടുക്കി ജില്ല സ്വന്തമാക്കിയത്. ഇതോടെ ഇടുക്കിയുടെ വിസ്തീർണം 4358 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും 4612 മാറി. ഇതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ജില്ലാ ആസ്ഥാനത്ത് അനുവദിച്ച എയർ സ്ട്രിപ്പിന്റെ തുടർ നടപടികൾക്കായി വിമുക്ത നാവിക ഓഫീസർക്ക് ചുമതല നൽകുവാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ജില്ലയുടെ ടൂറിസം വികസനത്തിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഏറെ സഹായകരമായ തീരുമാനമാണ് ഇത്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്കാണ് പുതുജീവൻ ലഭിച്ചത്. ജില്ലയിലെ രണ്ടാമത്തെ എയർ സ്ട്രിപ്പാണിത്. ജില്ലയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന മറ്റൊന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ് എന്നിവയടക്കം 50 തസ്തികകൾ അനുവദിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകിയതും പിന്നിടുന്ന വർഷത്തെ പ്രധാന വികസനമാണ്. പുതുതായി 100 MBBS സീറ്റുകൾക്കും 60 BSc നഴ്സിംഗ് സീറ്റുകൾക്കും അനുമതി ലഭ്യമായതിനു പിന്നാലെയാണ് പുതിയ ഡോക്ടർമാരുടെ അധിക തസ്തിക അനുവദിക്കുവാനുള്ള തീരുമാനം. ഇടുക്കിയുടെ തിലകക്കുറിയായ അണക്കെട്ടിൽ ജലനിരപ്പ് ഇത്തവണ സമീപ കാലയളവിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. നിലവിൽ 58% മാത്രം വെള്ളമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15 അടിയോളം വെള്ളം നിലവിൽ കുറവുണ്ട്. പദ്ധതി പ്രദേശത്ത് മഴ കുറവായതാണ് തിരിച്ചടിയായത്. മഹാപ്രളയം ഉണ്ടായ 2018 മുതൽ അണക്കെട്ടിൽ പരമാവധി സംഭരണശേഷിയിലേക്ക് മൺസൂൺ സീസണിൽ ജലനിരപ്പ് എത്തിയിരുന്നു. ജലനിരപ്പ് കുറവായതിനാൽ മൂലമറ്റത്ത് വൈദ്യുതോൽപാദനവും ഗണ്യമായി കുറച്ചിട്ടുണ്ട്. ഇടുക്കിക്ക് അഭിമാനം നൽകുന്ന മറ്റൊരു കാര്യമാണ് ഇടുക്കി രൂപതയിലെ ഒരു കുടുംബത്തിൽ നിന്ന് 2 ബിഷപ്പുമാരുണ്ടായ ചരിത്ര നിമിഷത്തിനും ഇടുക്കി സാക്ഷ്യം വഹിച്ചത്. ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ ജ്യേഷ്ഠൻ മാർ മാത്യു നെല്ലിക്കുന്നേൽ ഗോരഖ്പൂർ രൂപതയുടെ ബിഷപ്പായി നിയമിതനായത് കഴിഞ്ഞ മാസം 5-നാണ്. ഇത് ഇടുക്കി ജില്ലയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഇരട്ടി മധുരമായി. ഇടുക്കിക്ക് അഭിമാനം നൽകുന്ന മറ്റൊരു കാര്യം എന്നത് പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം നിർമ്മിച്ച് യാത്ര സുഗമമാക്കി എന്നുള്ളതാണ്. ഇക്കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇടുക്കി പല മോശ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വർഷം കൂടിയായിരുന്നു 2023. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ ചെറുതോണി ഡാമിൽ അതിക്രമിച്ചു കയറി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ കീഴിൽ താഴിട്ട് പൂട്ടുകയും ഡാമിന്റെ ഷട്ടർ ഉയർത്തുന്ന റോപ്പിൽ ദ്രാവകമൊഴുകുകയും ചെയ്തിട്ട് മാസങ്ങൾ പിഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെയും പിടികൂടുവാനായിട്ടില്ല. ജൂലൈ 22-ന് ഉച്ചയ്ക്ക് 3:15-ഓടെയായിരുന്നു സംഭവം. സംഭവത്തെ തുടർന്ന് സെപ്റ്റംബർ 11 മുതൽ ഡിസംബർ 19 വരെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യവും നിലനിന്നിരുന്നു. ഇടുക്കി ജില്ലയാകെയും നാടിനെ തന്നെയും ഞെട്ടിച്ച സംഭവമായിരുന്നു മാർച്ച് 21-ന് നടന്ന കാഞ്ചിയാറിലെ അധ്യാപികയായ അനുമോളുടെ കൊലപാതകം. കൊലപ്പെടുത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ഒളിവിലായിരുന്ന കൊലപാതകിയായ ഭർത്താവ് വിജേഷിനെ തമിഴ്നാട് അതിർത്തി വനമേഖലയിൽ നിന്നും പോലീസ് പിന്നീട് പിടികൂടി. വാഴവരയിലെ സ്വകാര്യ ഫാമിലെ കുളത്തിൽ വീട്ടമ്മയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് ഏറെ ആശങ്കപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇടുക്കി ജില്ലയുടെ സുഖകരമായ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് നിരവധി വിനോദസഞ്ചാരികളാണ് 2018 പ്രളയത്തിനും അതിനുശേഷമുണ്ടായ കോവിഡ് മഹാമാരിക്കും എല്ലാം ശേഷം കഴിഞ്ഞ തവണ ഈ 2023 ജില്ലയിലേക്ക് എത്തിയത്. 2023 വിട പറയുന്ന ഈ ന്യൂ ഇയർ രാത്രിയിലേക്കും നിരവധി വിനോദസഞ്ചാരികളാണ് ഇടുക്കി ജില്ലയിൽ എത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഇടുക്കിക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ക്യാമറാമാൻ അരുണിനൊപ്പം KG അജിത, ഇടുക്കി വിഷൻ.